ശ്രീമദ് ഭാഗവതം ക്ലാസ് 317. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 11 25-ാമത്തെ അധ്യായമായിട്ട് ത്രിഗുണവർണ്ണങ്ങളാണ്. പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് 3 ഗുണങ്ങളിലൂടെയാണ്: സത്വ, രജോ, തമോ ഗുണങ്ങൾ. അതുതന്നെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. അപ്പോൾ ആ ഗുണങ്ങളെപ്പറ്റി ഒരു വർണ്ണനയാണ് ഇവിടെ തരുന്നത്. അപ്പോൾ അതിലൂടെയാണ് സൃഷ്ടിയെല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഈ ത്രിഗുണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, പരസ്പരം ചേരാത്ത ഗുണങ്ങളിൽ ഏതു ഗുണത്താൽ പുരുഷൻ ഉണ്ടാകുന്നു എന്നതെല്ലാം എന്നിൽ നിന്നും അറിയുക. പരസ്പരം ബന്ധമില്ലാത്ത 3 ഗുണങ്ങളുണ്ട്. എൻറ്റയർലി ഡിഫറെൻറ്റ് സ്വഭാവമാണ്. ഈ ഗുണങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഉദാഹരണമായിട്ട് സത്വഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ അതേപോലെ തുടരാനുള്ള ടെൻഡൻസി. ഇപ്പം ഞാൻ എങ്ങനെയാണ് ഞാൻ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് എനിക്കുള്ളത്. അതിൽ നിന്ന് എണീക്കുകയോ കിടക്കുകയോ ചെയ്യണമെങ്കിൽ നമ്മളൊരു ബലം പ്രയോഗിക്കണം. കാരണം നമുക്ക് ആ ഇരിപ്പിലിരിക്കാനാണ് ഇഷ്ടം. അതാണ് സത്വഗുണം. പിന്നെ വല്ലതും കർമ്മം ചെയ്യണമെങ്കിൽ, നല്ലൊരു കർമ്മം ചെയ്യണമെങ്കിൽ, ലോക പുരോഗതിക്കായിട്ട് നല്ലൊരു കർമ്മം ചെയ്യണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങുന്നത്, അത് രജോ ഗുണം. പിന്നെ പിന്നോട്ടേക്ക് പോകുന്നത് രജോ. എല്ലാ ആക്ഷനും എന്തുണ്ട്? ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. ഒരാൾ ലോകത്തെ നന്നാക്കാൻ നോക്കുമ്പോൾ വേറൊരാൾ നീ അങ്ങനെ നന്നാക്കിയൊന്നും വേണ്ട, പിന്നോട്ടേക്ക് വലിക്കുക എന്ന് പറയുന്ന സ്വഭാവമുണ്ട്. അതായത് പിന്തിരിപ്പന്മാർ. അത് തന്നെയാണ് തമോ ഗുണം, ന്യൂട്ടന്റെ തേർഡ് ലോ. അപ്പോൾ ഇത് 3 വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. ഒന്ന് മറ്റൊന്നോട് ചേരുന്ന തരത്തിലല്ല അതുള്ളത്. അതിലൂടെയാണ് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. ഇനി 2 മുതൽ 5 വരെ. 2 മുതൽ 5 വരെയുള്ളതിൽ പറയുന്നത് മനോനിയന്ത്രണം, ബാഹ്യനിയന്ത്രണം, സഹനശക്തി, വിവേകം, സ്വധർമാനുഷ്ഠാനം, സത്യഭാഷണം, ദയ, ഓർമ്മ, തൃപ്തി, ദാനം, വൈരാഗ്യം, ശ്രദ്ധ, ലജ്ജ, ദാനം, ആത്മരതി, അഭിലാഷം, പ്രവൃത്തി, മതം, അത്യാഗ്രഹം, ഗർവം, ദാനാദികളിൽ ആഗ്രഹം, ഭേദഭാവം, സുഖം, യുദ്ധപ്രവൃത്തി, ഹാസ്യം, വീര്യം, ബലപ്രയോഗം, ദൂഷ്യം, ലോഭം, അശാസ്ത്രീയമായത്, പ്രമാണമായി പറയുക, ദ്രോഹം, യാചിക്കുക, സ്വയം ധർമ്മകൻ എന്ന് പറഞ്ഞാൽ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയുക, ശ്രമം, കലഹം, ദുഃഖം, ദൈന്യത, ഉറക്കം, എനിക്കിത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുക, ഭയം, ജഡത്വം മുതലായവയെല്ലാം സത്വരജോ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മിക്കവാറും പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ്. സത്വഗുണം ഏതാണ്? ശാന്തമായിരിക്കുക. ഇപ്പം ശ്രദ്ധ എന്നത് വേണമെങ്കിൽ സത്വഗുണമായിട്ട് എടുക്കാം. ദാനം ചെയ്യുന്നത് രജോ, എന്തോ പ്രവൃത്തിയല്ലേ ചെയ്യാൻ പോവുകയാണ്, അത് രജോ ഗുണമായിട്ടാണ്. എങ്ങനെ? ഗർവം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്, അത് തമോ ഗുണമാണ്. ഇങ്ങനെ ഈ പറഞ്ഞതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ് കൃഷ്ണൻ. അപ്പോൾ ഇതെല്ലാം ഒന്നിക്ക് ചിലതെല്ലാം രജോ ഗുണമാണ്, ചിലതെല്ലാം തമോ ഗുണമാണ്, ചിലതെല്ലാം സാത്വ ഗുണമാണ്. അങ്ങനെയുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിനെപ്പറ്റി ഇനി അധികം പറയുന്നില്ല.
ഇനി അവയുടെ സംഘം മൂലം എന്താണ് സംഭവിക്കുന്നത്, അതൊക്കെ നമ്മളുമായിട്ട് കൂടിച്ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇതെല്ലാം നമ്മളെ പിടിപെടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ടത് കൃഷ്ണൻ പറയുകയാണ് 6 ഞാൻ എൻ്റേത് എന്ന ബുദ്ധി സത്വ രജോ തമോ ഗുണങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഗുണമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റേത് എന്ന് ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഈ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ ഞാൻ ഇരുന്ന ഇരിപ്പിരിക്കാം, അല്ലെങ്കിൽ എണീച്ച് പോയി എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ പാര വെക്കാം. ഇതെല്ലാം തോന്നുമ്പോൾ ഞാൻ എൻ്റേത് എന്ന ചിന്തയിൽ നിന്നാണ് സത്വരജോ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സ്, തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മൂലാവകൾ മുതലായ മൂലമുണ്ടാകുന്ന പ്രവൃത്തികളാണ് സത്വരജോ ഗുണത്തിലേക്ക് തമോ ഗുണത്തിലേക്ക് നയിക്കുന്നത്. അപ്പം ഞാൻ എന്ന ഒരു ചിന്തയുണ്ടായി ഏതൊരവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ 3 ഗുണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി 7 നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ എന്താണ് പുരുഷാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ധർമ്മ, അർത്ഥ, കാമം. മോക്ഷം എന്ന് പറഞ്ഞാൽ അവസാനം. ഇപ്പം ധർമ്മം, അർത്ഥം, കാമം മുതലായ പുരുഷാർത്ഥങ്ങളിൽ ഒരാൾ നിലനിൽക്കുമ്പോൾ സത്വരജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഗമം സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു ധർമ്മം ചെയ്യണമെന്ന് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, അല്ലെ അർത്ഥത്തിനായിട്ട് നീങ്ങുമ്പോൾ, കാമത്തിനായിട്ട് നീങ്ങുമ്പോൾ, അത് സത്വരജോ തമോ ഗുണങ്ങളുമായിട്ട് ചേരുമ്പോഴാണ് ഈ പ്രതിഭാസം, നമ്മുടെ ആക്ടിവിറ്റി എല്ലാം നടക്കുന്നത്. ഇനി 8 പറയുകയാണ് കാര്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്ത് നിഷ്ഠ ഉണ്ടാകുമ്പോൾ പുരുഷൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു, ഗൃഹസ്ഥാശ്രമിയായിട്ട് ഭവിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കർമ്മം ചെയ്തേ പറ്റും. അല്ലാതെ ബ്രഹ്മചര്യമാണെങ്കിൽ വെറും പഠിപ്പ് മാത്രമാണ്. എന്നാൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ പലതരം കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അത് നല്ല കർമ്മമാകാം, പാര വെക്കുന്ന കർമ്മമാകാം, കുതികാൽ വെട്ടുന്ന കർമ്മമാകാം. അതെല്ലാം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് സംഭവിക്കുന്നത്. പിന്നെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ബന്ധനത്തിലേക്ക് അകപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് ബന്ധനമുണ്ടാകുന്നത്. നമുക്ക് വേണ്ട ആൾ, നമുക്കെതിരായ ആൾ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, മറ്റേ ശത്രു, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബന്ധനത്തിൽ അകപ്പെടുകയാണ്. പിന്നെ കാര്യകർമ്മം, ഗൃഹസ്ഥാശ്രമം, സ്വധർമ്മം ഇവ സത്വരജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് പല ഭേദങ്ങളും ഉണ്ടാകുന്നു. സത്വഗുണമുള്ള ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ ഉള്ള തരത്തിലായിരിക്കില്ല രജോ ഗുണത്തിലുള്ളവർ പ്രവർത്തിക്കുന്നത്. തമോ ഗുണത്തിലുള്ളവർ പ്രവർത്തിക്കുന്നത് വേറൊരു തരത്തിലായിരിക്കും. അപ്പോൾ ഈ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് ഇറങ്ങുമ്പോൾ പഠിക്കുമ്പോൾ പഠിക്കൽ മാത്രമാണ്. പക്ഷേ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. കർമ്മം അപ്പോൾ സത്വ രജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 തരത്തിലായിട്ട് കർമ്മം മാറ്റപ്പെടുകയാണ്. അപ്പോഴാണ് ഈ സത്വരജോ ഗുണങ്ങളുമായിട്ട് സംബന്ധിക്കുന്നത്. ശമം മുതലായ 9 ശമം മുതലായ ഗുണങ്ങളെ കൊണ്ട് നേരത്തെ കുറേ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ശമം മുതലായ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ ഒരു പുരുഷൻ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ സത്വാദി ഗുണങ്ങളോട് കൂടിയതായിട്ട് ചിന്തിക്കപ്പെടും. ശമം മുതലായ നേരത്തെ പറഞ്ഞ ധർമ്മങ്ങൾ
അത് സ്വീകരിക്കുന്നവൻ സത്വഗുണ നിലയിലാണ് ചിന്തിക്കുക. എന്നാൽ കാമത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവൻ, കാമം ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നവൻ, കർമ്മം ചെയ്യുന്നവൻ രജോ ഗുണത്തോടു കൂടിയായിത്തീരുന്നു. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും നേടണം എന്ന് വെച്ച് നടക്കുന്നവൻ രജോ ഗുണത്തിലേക്ക് തിരിയുന്നു. ദ്വേഷം മുതലായ ഗുണങ്ങളുള്ളവൻ, ദേഷ്യവും കോപവും ഇങ്ങനെ പിന്തിരിപ്പൻ ചിന്തയുള്ളവൻ തമോ ഗുണത്തിനോട് കൂടിയവനായും ഭവിക്കുന്നു എന്ന് അറിയണം. അപ്പം ആ നേച്ചർ ബിഹേവിയറാണ് ഈ 3 ഗുണങ്ങളും ചേരുമ്പോൾ സംഭവിക്കുന്നത്, 3 തരത്തിൽ. ഇനി 10 ഒരു ഇച്ഛയുമില്ലാതെ, എന്നാൽ ഒന്നിലും ആഗ്രഹമില്ലാതെ എന്നെ എപ്പോൾ ഭജിക്കുന്നുവോ അപ്പോൾ അവൻ ആ സത്വഗുണവാനായി തീരുന്നു എന്നറിയണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ ഒരേ ഇരിപ്പിലിരിക്കുക. അപ്പം അങ്ങനെയുള്ള വ്യക്തി ഈശ്വരനെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ അവൻ ഒരേ ഇരിപ്പിൽ ഈശ്വരനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സത്വഗുണമാണെന്ന് അറിയണം. അപ്പം എന്നെ മാത്രം ഭജിച്ചുകൊണ്ട് ഒരാഗ്രഹവുമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ അവൻ സത്വഗുണത്തിലാണെന്ന് അറിയണം. ആ സ്ത്രീയെയും അത്തരത്തിൽ തന്നെ കാണണം. പുരുഷനെ മാത്രമല്ല, സ്ത്രീകളും അത്തരത്തിൽ തന്നെ കാണണം. ഇനി 11, ഫലങ്ങളെ ആഗ്രഹിച്ച് സ്വകർമ്മങ്ങളിൽ എന്നെ ഭജിക്കുമ്പോൾ അവർ രജോ ഗുണത്തിലേക്കാണ് ചെയ്യുന്നത്. എന്നാൽ നല്ല കർമ്മം തന്നെയാണ് ഒരാൾ ചെയ്യുന്നത്, പക്ഷെ എന്നെ ചിന്തിച്ചുകൊണ്ട് ഒരു ഫലം ഇച്ഛിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കർമ്മം ചെയ്യുകയാണ്, ഫലം ഇച്ഛിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നെ ഭരിച്ചുകൊണ്ടായാലും ഫലം ഇച്ഛിച്ചിട്ടാണെങ്കിൽ അത് രജോ ഗുണമാണെന്ന് അറിയണം. ഇനി ശത്രുദോഷം ഇഷ്ടപ്പെട്ടല്ലേ, ശത്രുക്കളെ കൊല്ലണം എന്നുള്ള ചിന്തയോടുകൂടിയെല്ലാം എന്നെ ഭജിക്കുന്നവനെ തമോ ഗുണമുള്ളവനായി കരുതണം. ചിലവർ ഈശ്വരൻ്റെ അടുത്ത് പറയും, എനിക്ക് വലിയ ശത്രുക്കളുടെ അവനെ ഒന്ന് ശരിയാക്കി തരണമെന്ന്. അതെല്ലാം തമോ ഗുണമാണ്. എനിക്കൊരു വീട് വെക്കണം, എൻ്റെ വീട് പൂർത്തീകരിച്ച് തരണേ എന്ന് പോയി പറയുകയാണെങ്കിൽ അത് രജോ ഗുണമാണ്. എനിക്കൊന്നും വേണ്ട, അങ്ങ് കൃഷ്ണൻ ആ ചിന്തയിൽ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ സത്വഗുണമാണ്. പന്ത്രണ്ടിൽ പറയാണ് സത്വരജോ തമോ ഗുണങ്ങൾ അപ്പോൾ ജീവനോപാധിയായി ജീവിക്കാൻ വേണ്ടിയായി, ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിത്തത്തിൽ ഈ സത്വരജോ തമോ ഗുണങ്ങൾ കയറി വരും. ജീവിതോപാധിയായിട്ട് അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ-ധർമ്മത്തിലേക്ക് പോകുമ്പോൾ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു. പക്ഷേ ആ ഗുണങ്ങളൊന്നും ഞാനുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ശ്രീകൃഷ്ണൻ അത്തരം ഗുണങ്ങളുമായിട്ട് ഒരു ബന്ധവും എന്നോട് ചേർന്നതല്ല. അത് ജീവനുമായിട്ട്, നമ്മിലുള്ള ജീവാത്മാവുമായിട്ടാണ് അതിന് ബന്ധം. നമ്മളെ ഉള്ളിൽ തന്നെ ആരുണ്ട്? ശ്രീഹരിയുണ്ട്. ആ ശ്രീഹരിയായിട്ട് അതിന് ബന്ധമില്ല. ആരോടാണ് ഇത് ബന്ധം സ്ഥാപിക്കുന്നത്? നമ്മിലുള്ള ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ജീവാത്മാവ് എന്ന ആ പ്ലാനുമായിട്ട്. അതുവഴി ആ ജീവൻ, പിന്നെ ആ ജീവൻ എന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളുമായിട്ട് കൂടിച്ചേർന്നിട്ട് ബന്ധനത്തിൽ അകപ്പെടുന്നു. പിന്നെ ഇന്ദ്രിയങ്ങൾ നമ്മൾ കാണുക, കേൾക്കുക, എന്നിട്ട് അതിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുക. അതുകൂടെ പിന്നെ ഇതിലേക്കാണ് പോകുന്നത്? ബന്ധനത്തിലേക്കെല്ലാമാണ് നമ്മൾ അകപ്പെടുന്നത്. ഇനി 13.
എപ്പോൾ പ്രകാശവാനായും നിർമ്മലനുമായും ശാന്തനുമായ സത്വഗുണം. സത്വഗുണത്തിൻ്റെ പ്രാധാന്യമാണ് നിർമ്മലനാണ്, പ്രശാന്ത സ്വഭാവമാണ്. ഇതെല്ലാം നിർമ്മല സ്വഭാവം, ഇതെല്ലാം പ്രകാശവാനാണ്, നല്ല തെളിഞ്ഞ പ്രകൃതിയുള്ള സത്വഗുണം തമോ രജോ ഗുണങ്ങളെ ജയിക്കുമ്പോൾ, മറ്റൊരാളിനെയും ജയിക്കുമ്പോൾ അവൻ നിർമ്മലനും സുഖിയുമായി ജ്ഞാനത്തോട് ചേരുന്നു. അപ്പോൾ അവൻ നിർമ്മലനും പരിശുദ്ധനും എല്ലായിക്കൊണ്ട് ജ്ഞാനത്തോട് ചേരുന്നു. അതായത് പഠിക്കുന്നവർ ജ്ഞാനം നേടണം, സത്യം മനസ്സിലാക്കണം എന്ന ചിന്തയോട് കൂടി വരുന്നവർ സത്വഗുണത്തിൽ നിൽക്കുമ്പോഴാണ് അവർ രജോ തമോ ഗുണങ്ങളെ കീഴടക്കും. രജോ ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓടിയടക്കുക, പഠിക്കുന്നതിൻ്റെ അടക്കം അതിന് വേണ്ടി ഇതിനോടുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക, അത് തമോ ഗുണം. ഇതെല്ലാം ചെയ്യുമ്പോൾ പഠിപ്പ് നടക്കില്ല, പഠിപ്പ് നടക്കണ്ടിക്കില്ല. സത്വഗുണം രജോ തമോ ഗുണങ്ങളെ കീഴടക്കണം. അതായത് ശാന്തമായിരുന്ന് ചിന്തിക്കുന്നവന് ജ്ഞാനം നേടാൻ പറ്റും. എപ്പോൾ 14 സംഘത്തിന് കാരണമായതും ഭേദബുദ്ധി കാരണമായതും ഭേദവ്യത്യാസം തോന്നുക. ഞാൻ, എൻ്റേത്, നിൻ്റേത്, ഈ ചിന്തയുണ്ടാവുക. എന്നിട്ട് പ്രവൃത്തി സ്വഭാവത്തോടു കൂടി ചെയ്യുക. എന്തെങ്കിലും കർമ്മം ചെയ്യുക, എനിക്ക് വേണ്ടി, എൻ്റെ ആൾക്കാർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ഇങ്ങനെ ഒരു കർമ്മത്തിലേക്ക് ഏർപ്പെടുക. അപ്പോഴാണ് സംഘം സംഭവിക്കുന്നത്. ഏതുമായിട്ട് സംഘം ചേരും? രജോ ഗുണത്തുമായിട്ട് ചേരും. രജോ ഗുണം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുക. പ്രവൃത്തി ചെയ്യുന്ന എപ്പോഴാണ്? എനിക്ക് വേണ്ടിയിട്ട് എന്ന ചിന്ത വരുമ്പോൾ, എനിക്ക് വേണ്ടി, എൻ്റെ ആൾക്കാർക്ക് വേണ്ടി എന്നെല്ലാമുള്ള ചിന്തയോടുകൂടി രജോ ഗുണമായിട്ട് ചേരുമ്പോൾ, എന്നിട്ട് അപ്പോൾ ഏതിനെ ജയിക്കും? സത്വഗുണത്തെയും തമോ ഗുണത്തെയും ജയിക്കുന്നുവോ അപ്പോൾ ഭോഗബുദ്ധിയോടെ പ്രവർത്തിക്കുമായി ബന്ധപ്പെട്ട് ദുഃഖത്തോട് ചേരുന്നു. അപ്പം എനിക്ക് വേണ്ടി എന്ന ചിന്തയോടുകൂടി എന്തെല്ലോ നേടാൻ വേണ്ടിയിട്ട്, ഭോഗസുഖം നേടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവന് കിട്ടുന്നത് ദുഃഖമായിരിക്കും. അപ്പം എനിക്ക് എൻ്റേത് എന്ന ചിന്ത വെച്ച് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് കർമ്മത്തിന് പ്രവർത്തിക്കുമ്പോൾ ദുഃഖമേ സംഭവിക്കും. കാരണം പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തിട്ടാണ് നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മളെ നാട്ടിലേക്ക്, വീട്ടിലേക്ക് റോഡില്ല. നമ്മളെ വീട്ടിന് മാത്രമല്ല, ഒരു 10-15 വീടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റോഡില്ല, ഒരു ഇടവഴിയേ ഉള്ളൂ. നമ്മൾക്ക് തോന്നിയാണ് എല്ലാവർക്കും ഗുണമുള്ളൊരു കാര്യമല്ലേ ഒരു റോഡ് വെട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാം. അത് രജോ ഗുണമാണ്. അപ്പം നമ്മളെല്ലാവരോടും സംസാരിച്ച് റോഡ് വെട്ടാൻ നിൽക്കുമ്പോൾ എല്ലാവർക്കും സ്ഥലം കൊടുക്കണമല്ലോ. ഞാൻ മാത്രം കൊടുത്താൽ പോരല്ലോ, ആ റോഡ് വരുന്ന എല്ലായിടത്തുള്ളവർ സ്ഥലം കൊടുക്കണം. എല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുത്തം മാത്രം എൻ്റെ സ്ഥലം തരില്ല, അത് വെടിക്കപ്പുറത്തോ എൻ്റെ സ്ഥലം എടുത്തിട്ട് നിങ്ങൾ വെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമ്മളെ ഉള്ളിൽ ദേഷ്യം, പക, ദുഃഖം ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് രജോ ഗുണം ദുഃഖത്തിലേ കലാശിക്കും. എന്തെല്ലാം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണം, അതെല്ലാം ദുഃഖവും കഷ്ടപ്പാടും തന്നെയാണ്. റോഡ് വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു സുഖം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെപ്പറ്റി ചിന്തിക്കില്ല, മറക്കും. ഈ ഒരു അല്പനേരത്തുള്ള സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ത്യാഗം മുഴുവൻ ചെയ്തത്. ഇനി 15 എപ്പോൾ വിവേകം നശിച്ച് തമോ ഗുണം, വിവേകമില്ലാതെ ബുദ്ധിയില്ലാതെ ആൾക്കാരുടേതാണ് തമോ ഗുണം. അവരാരെ കീഴടക്കുന്നു? സത്വഗുണത്തെയും രജോ ഗുണത്തെയും ജയിക്കുമ്പോൾ അവർ മൂഢന്മാരായി, അവരെയാണ് മൂഢന്മാർ എന്ന് പറയുന്നത്.
ശോകമോഹത്തോടെയും ദുഃഖത്തോടെയും ആശയോടും കൂടി ചേരുന്നു. അവർക്കുള്ള ഫലം എന്ന് പറഞ്ഞാൽ ദുഃഖമുണ്ട്, അതിൻ്റെ കൂടെ ലഭിക്കാത്ത ആശയുണ്ട്. ഒരു കർമ്മം ചെയ്യാതെ ആശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആശയുണ്ടാവും, ശോകമൂഖങ്ങളും എല്ലാം ഉണ്ടാവും. ഒന്നും ചെയ്യാൻ വയ്യ, ചെയ്യുന്നതിനെല്ലാം എതിര് ചെയ്യും. ആരെങ്കിലും നല്ല ചെയ്യുമ്പോൾ അതിനെ പാര വെക്കും. പാര വെച്ചിട്ട് എന്താണ് കിട്ടുന്നത്? ദുഃഖം കിട്ടും, അതതിൻ്റെ കൂടെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ശോകവും മറ്റുള്ളവരുടെ പ്രാക്ക് കേൾക്കലും എല്ലാമായിട്ട് അവർ മൂഢന്മാരാണ്. ഇനി 16. എപ്പോൾ ചിത്തം തെളിഞ്ഞ്, നമ്മുടെ ചിത്തം തെളിഞ്ഞ് ഇന്ദ്രിയങ്ങൾക്ക് വിശ്രമവും ശരീരത്തിന് ബാഹ്യരായി, ഇന്ദ്രിയങ്ങൾക്കെല്ലാം വിശ്രമം കൊടുക്കുകയാണ്, അടങ്ങിയിരിക്കുക. ശരീരത്തിന് ഭയരാഹിത്യവും, ശരീരത്തിൽ ഭയമൊന്നുമില്ല, ആരെ പേടിയൊന്നുമില്ല, മനസ്സിന് ആരോടും ഒരു ബന്ധവുമില്ല, തീരുന്നുവോ, അപ്പോൾ എന്നെ അറിയുന്നവനായ സത്യഗുണം സിദ്ധിച്ചവനായി കാണണം. അപ്പോഴവൻ എന്നെ മനസ്സിലാക്കുന്ന സത്വഗുണമുള്ളവനായി തീരണം. ഒന്നും ചെയ്യാതെ ശാന്തമായി സുഖമായി, ഒരു പ്രശ്നവുമില്ല, ആരുമായിട്ടൊരു ബന്ധവുമില്ല, ഭാര്യയില്ല, മക്കളുമില്ല, ഒന്നും ചിന്തിക്കാതെ നല്ല പ്രശാന്തമായി ഇരിക്കുമ്പോൾ അവൻ എന്നോട് ചേരുവാനുള്ള സത്വഗുണമായി സംഘം ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ആ സത്വഗുണം ഈശ്വരനിലേക്ക് എത്തിക്കും. എല്ലാം വിടുമ്പോൾ, ബന്ധങ്ങളെല്ലാം വിടുമ്പോൾ തന്നെ മനസ്സിന് ശാന്തിയും സമാധാനവും. അതോടുകൂടി എന്നോടെടുക്കും. അപ്പം എന്നോടെടുക്കാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ, എല്ലാ ബന്ധങ്ങളും എല്ലാം മറന്ന് ശാന്തമായിരിക്കുക. എവിടേക്കും പോയിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്നില്ല, വീട്ടിൽ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി, അത് തന്നെയാണ് ശരി. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടുക, പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അത് ഇട്ടതിന് പോകണം. ഈ നരകത്തൊന്നൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ദിവസം ഒരു 3 പ്രാവശ്യം പറയും. എന്നാൽ പോകുമെന്ന് ചോദിച്ചാൽ പോകില്ല. അപ്പം അവനും അറിയാം, ഈ പറയുന്നവർക്ക് അധികം അവളായിരിക്കും, അവനല്ല. അവൾക്കും അറിയാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമാണ്, ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ ബന്ധനത്തിൽ നിന്ന് മോക്ഷമില്ല, പോയാൽ സുഖം. അപ്പം വേദവും പറയുന്ന, പക്ഷെ ഭയങ്കര ആത്മീയവാദിയും ദൈവവിശ്വാസിയായിരിക്കും. എന്നാ വേദം പറയുന്നത് കേൾക്കില്ല. എന്നാൽ പിന്നെ നീ ഇട്ടെറിഞ്ഞ് പോ, എന്തിനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നരകത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോ, സുഖമായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്തൊരു ശാന്തി. കൃഷ്ണൻ പറയുന്നു, നീ എൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ആദ്യം മുതലേ ഭാഗവത ഇതാണ്, ഒറ്റ ഒരാൾ പോയോ? ഒറ്റ ഒരാൾ പോവില്ല. എവിടെ പോകാൻ? നമ്മൾ ഭാഗവതൽ ഭയങ്കര വിശ്വാസികളാണ്, പക്ഷേ നമ്മളിൽ തമോ ഗുണോ രജോ ഗുണോ എന്തെല്ലാമാണ് കിടക്കുന്നത്. ഇനി 17. എപ്പോൾ പുരുഷൻ പ്രവൃത്തിയാൽ വികാരം പ്രാപിച്ചു, എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി ഒരാൾ 4 ഭാഗത്തും അലയുന്ന ബുദ്ധി 4 ഭാഗത്ത് എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം, അവിടെ ചെയ്യണോ, ഇവിടെ ചെയ്യണോ, അടുക്കളയിൽ കയറുമ്പോൾ പല ചിന്തകളും, അവിടെ തറ വൃത്തികേടായി കിടക്കുന്നത്, തറ ഇപ്പം ചെയ്യണം, അല്ലല്ല അടുപ്പത്ത് ഇപ്പം ചായ വെക്കണം, ഇങ്ങനെ ബുദ്ധി 4 പാട്ടേക്കും എന്തെല്ലോ ചെയ്യാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ 4 ഭാഗത്തേക്കും ബുദ്ധി കറങ്ങുകയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിശ്രമമില്ലാതെ, ജ്ഞാനേന്ദ്രിയങ്ങൾ ചിന്തക്ക് ഒരു കാണുന്നീ കേൾക്കുന്ന അവിടെ ഇവിടെയെല്ലാം നോക്കി ഒന്നിനും വിശ്രമം കൊടുക്കില്ല. കർമ്മേന്ദ്രിയങ്ങൾക്ക് അധികം വികാരമുണ്ടാക്കുന്നു, കയ്യും കാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടത്തമാണ് കർമ്മേന്ദ്രിയങ്ങളെല്ലാം. മനസ്സും അതിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നുവോ, അപ്പോൾ അതെന്തവസ്ഥയാണ്? രജോ ഗുണമാണ്. പക്ഷേ ഈ രജോ ഗുണം കൊണ്ടാണ് വീട്ടിൽ ഗുണങ്ങൾ നടക്കുന്നത്, അല്ലാതെ
രാവിലെ അടിച്ച സത്വ ഗുണം, കിടന്ന കിടപ്പിലങ്ങ് കിടക്കാന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കി. എല്ലാവരും കൂടിയിട്ട് പിന്നെ കൃഷ്ണൻ്റെ അടുത്തേക്ക് സത്വഗുണത്തിലാക്കിയേക്ക് പോകേണ്ടി വരും. വീട്ടിലെല്ലാവരും രാവിലെ എടുത്ത് ഒരൊറ്റ കിടപ്പാണെങ്കിൽ അവരെല്ലാം ബ്രഹ്മസാക്ഷാത്കാരങ്ങൾ. അല്ല, വീട് മുന്നോട്ടേക്ക് പോകണ്ടെങ്കിൽ രജോ ഗുണം ഉണ്ടായാലേ പറ്റൂ. ഇനി ഈ രജോ ഗുണം ഉണ്ടാകുമ്പോൾ ഫലം എന്താണെന്ന് വെച്ചാൽ ദുഃഖം മാത്രമേ ഉള്ളൂ. ദുഃഖമാണ്. ഓ, എപ്പോഴാണ് ഈ ചിന്ത ഈ നരകത്തു നിന്ന് പോയാൽ മതി. ഇനി 18 ചിത്തം ക്ഷീണിതനായി. പിന്നെ കുറേ ഇങ്ങനെയെല്ലാം വർക്ക് ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ ചിത്തം ക്ഷീണിതനായി, ശക്തി നശിച്ച്, മനസ്സിന് സങ്കല്പം മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ വയ്യ. മനസ്സിന് സങ്കല്പത്തിൽ ലയിച്ച് അജ്ഞാനവും ദുഃഖവും ഉണ്ടാകുന്നു. ബുദ്ധിയില്ലാത്ത ആളുകളാണെങ്കിൽ ദുഃഖമുണ്ടാകുന്നു. അപ്പോൾ തമോ ഗുണം വർദ്ധിച്ചതായി കാണണം. ചെയ്യാനും മനസ്സിന് ശക്തിയില്ല, ശരീരത്തിന് ശക്തിയില്ല, ഒന്നും ചെയ്യാൻ വയ്യ. എന്തെല്ലോ ആഗ്രഹങ്ങളുണ്ട്, പലതും കിട്ടണം എന്നെല്ലാം ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഇതൊന്നും വയ്യ. വല്ലവരും ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ കുടിച്ചോളാം. എന്നെ കൊണ്ട് വയ്യ, എനിക്കതിനുള്ള ശക്തിയില്ല, ബുദ്ധിയില്ല, ചിന്തിക്കാനും കഴിവില്ല, ചായ ഉണ്ടാക്കാനും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു കക്ഷി ആ വീട്ടിലുണ്ടെങ്കിൽ അത് അവർക്ക് എന്തെയുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ട് തന്നു ഞാൻ നല്ലോണം വെട്ടി വിഴുങ്ങിക്കോളാം. അത് തമോ ഗുണം. അവിടെ തമോ ഗുണം വർദ്ധിച്ചതായിട്ട് കാണണം. സത്വ 19 സത്വഗുണം വർദ്ധിക്കുമ്പോൾ ദേവന്മാരായ ഇന്ദ്രിയങ്ങൾക്ക് ബലം വർദ്ധിക്കും. സത്വഗുണമുള്ളപ്പോൾ നമ്മുടെ ശരീരം ശക്തിപ്പെടും, പക്ഷെ ഉപയോഗിക്കുന്നില്ല. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അസുരന്മാരായ ഇന്ദ്രിയങ്ങൾക്കാണ് ശക്തി വർദ്ധിക്കുക. ആസുര സ്വഭാവം കൂടി വരും. സത്വഗുണത്തിന് ദേവഗുണമാണ്, ശക്തിയെല്ലാം ഉണ്ട്. പിന്നെ ദേവന്മാർക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അധികം അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവമാണ്. ദേവന്മാർ ചിന്തിക്കൊന്നുമില്ല, അങ്ങനെ സൂചിച്ച് നിർത്തും കണ്ട് അങ്ങനെയെല്ലാം ഇരിക്കുകയാണ്. ഒരു ശക്തിയെല്ലാം അവർക്ക് ഇഷ്ടംമാരിയുണ്ട്, പക്ഷേ ഒന്നും അങ്ങനെ അങ്ങ് പോയിട്ട് ഒരു അലസത എന്ന് പറയുമ്പോൾ തമോ ഗുണമായി പോവുക അല്ല. അവർ ആക്റ്റീവെല്ലാം തന്നെയാണ്, പക്ഷേ ദൈവികമായ ആക്ടിവിറ്റിയാണ്. അതിന് ദൈവികമായ ആക്ടിവിറ്റി എന്ന് പറയും. രജോ ഗുണം എന്ന് പറഞ്ഞാൽ അതല്ല, ഇറങ്ങിത്തിരിക്കുക. അത് അസുരന്മാരെപ്പോഴും ആക്റ്റീവാണ്, അവർ ചുമ്മാ ഇരിക്കില്ല, ഏത് സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ആസുര സ്വഭാവമാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ വേണ്ടപ്പോഴേ പ്രതികരിക്കും, അതിനുള്ള ശക്തിയെല്ലാം ഉണ്ട്, പക്ഷെ വേണ്ടപ്പോൾ പ്രതികരിക്കാം. അസുരന്മാരതല്ല, അത് രജോ ഗുണമാണ്. രജോ ഗുണത്തിൽ ആസുര സ്വഭാവം, അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവമാണ്, അത് ആസുര സ്വഭാവമാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ രാക്ഷസീയ ഇന്ദ്രിയങ്ങൾക്ക് ബലം കൊടുക്കും, രാക്ഷസ സ്വഭാവമാണ്. തമോ ഗുണം കൂടുമ്പോൾ മറ്റുള്ളവരും എന്തെല്ലാം പാരവെക്കാം, അവരെ എല്ലാം എങ്ങനെയെല്ലാം ദ്രോഹിക്കാം. ഇതെല്ലാമാണ് തമോ ഗുണത്തിൻ്റെ പ്രത്യേകത. അപ്പം സത്വഗുണം ദൈവിക സ്വഭാവം, രജോ ഗുണം ആസുര സ്വഭാവം, തമോ ഗുണം രാക്ഷസ സ്വഭാവം. ഇനി 20 ജീവന് സത്വഗുണത്താൽ ഉണർവുണ്ടാകും. നമ്മുടെ ജീവാത്മാവ് സത്വഗുണമുണ്ടാകുമ്പോൾ കുറച്ച് ആക്റ്റീവായിരിക്കും, ഉണർവുണ്ടാകും. സ്വപ്നത്താൽ രജോ ഗുണം സ്വപ്നബലം കൊടുക്കും. സ്വപ്നത്തിൻ്റെ ബലമാണ്, സ്വപ്നം കാണും, കൂടുതൽ ചിന്തിക്കും. സത്വഗുണമാണെങ്കിൽ നമ്മൾ നേടുന്നതിനെ പറ്റി മാത്രമേ ചിന്തിക്കൂ. രജോ ഗുണം എന്ന് പറഞ്ഞാൽ അത് നേടണം ഇത് നേടണം എന്ന് പറഞ്ഞ് സ്വപ്നത്തിലെ പോലെ ആക്റ്റീവായിട്ട് ഇറങ്ങിത്തില്ല. സ്വപ്നത്തിലെ കാര്യങ്ങളിപ്പോൾ നടക്കുമോ? ഇല്ല. അതുപോലെ തന്നെ അത് പിടിക്കണം ഇത് പിടിക്കണം എന്നുള്ള തത്രപ്പാടോടുകൂടി ഓടി നടന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ദുഃഖമാണ് ഫലമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വപ്നത്തോട് താരതമ്യം ചെയ്തത്. തമോ ഗുണം എന്ന് പറയുന്നത് സുഷുപ്തിയാണ്.
നല്ല ഗാഠനിദ്ര, ഒരു പരിപാടിയില്ല, തമോ ഗുണം. എന്നാൽ നാലാമത്തെ ഒരവസ്ഥയുണ്ട്. അത് ഇതിനെല്ലാം മറികടന്നിട്ട് ആത്മതത്വം നേടാനുള്ള വഴിയാണ്. നാലാമത്തേത് ഇതെല്ലാം വിട്ടിട്ട് എന്നിൽ വന്ന് ലയിക്കാനുള്ള ചിന്ത. ഇനി 21, 22. വേദോക്ത ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ജനങ്ങൾ, വേദത്തിൽ പറയുന്ന തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ സത്വഗുണത്താൽ ഉന്നത ലോകങ്ങളെ പ്രാപിക്കും. വേദത്തിൽ പറയുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ അവർ സത്വഗുണമുള്ളവരാണ്, അവർ ഉന്നത ലോകത്തെ പ്രാപിക്കും. തമോ ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മരം മുതലായ സ്ഥാപനമായ നീചജനനം സംഭവിക്കും. തമോ ഗുണത്തിലാണ്. പല മരമാരിയുള്ള ജീവിയായിട്ടാണ്, മരത്തിൽ ഇങ്ങനെ ഒരേ നിൽപ്പല്ലേ, അതുമാതിരിയുള്ളൊരു ജീവിയായിട്ടാണ് അടുത്ത ജന്മമെല്ലാം എടുക്കാൻ പോകുന്നത്. രജോ ഗുണമാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്കാണ്. അതാണ് മനുഷ്യജന്മം പ്രാപിക്കുക. ഇപ്പം രജഗുണത്തോടു കൂടിയാണ് ജനിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കും. തമോ ഗുണത്തിലാണ് വൃക്ഷങ്ങളായിട്ട്, മറ്റുള്ളതാണ് ദേവതകൾക്കാണെങ്കിൽ ഉയർന്ന നിലയിലുള്ള ജന്മം. സത്വഗുണത്തോടുകൂടി അവൻ മരിച്ചാൽ സ്വർഗത്ത് പോകും. രജോ ഗുണം വർദ്ധിച്ചപ്പോൾ മരിച്ചാൽ ഭൂമി നരലോകത്തിൽ പോകും. അതായത് സത്വഗുണത്തോടുകൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമൊന്നുമില്ല, അവിടെ അങ്ങ് സുഖമായിട്ട് നിൽക്കാം സ്വർഗത്തിൽ. രജോ ഗുണത്തിൽ മരിക്കുകയാണെങ്കിൽ പിന്നെയും ജനിക്കും, മനുഷ്യനായിട്ട് ജനിക്കും. തമോ ഗുണത്തിൽ മരിച്ചാൽ നരകത്തിലേക്ക് പോകുമെന്ന് പറയുകയാണ്. ഈ 3 ഗുണവും മറികടന്നവനാണെങ്കിൽ എന്നെ പ്രാപിക്കും. ഈ 3 ഗുണവും ഇല്ലെങ്കിൽ എന്നെ പ്രാപിക്കും. 23. എൻ്റെ പ്രീതിക്കായി എനിക്ക് വേണ്ടി നിത്യനൈമിത്തിക കർമ്മങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഫലേച്ഛയില്ലാതെ ചെയ്താൽ, ഫലമൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ചെയ്യേണ്ട കർമ്മം ചെയ്യുന്നു, ഫലമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ദാസഭാവത്തോടെ എല്ലാം ആ ശക്തിക്ക് വേണ്ടി എന്ന നിലയിൽ ചെയ്താൽ സാത്വികം. എന്നാൽ അങ്ങനെ തന്നെ കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലം കിട്ടണം. ഞാൻ നല്ല പ്രവൃത്തി ചെയ്യുകയാണ്, പക്ഷെ എന്തെങ്കിലും എനിക്ക് സംതിങ് കിട്ടണം എന്ന ചിന്തയുണ്ടായാൽ അത് രാജസം. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ താമസം. ആത്മാവ് 24. ദേഹാദികളിൽ നിന്ന് മുക്തനാണെന്ന ജ്ഞാനം സാത്വികം. ആത്മാവ്, നമ്മിലുള്ള ആത്മാവ് ഈ ദേഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്നുള്ള ചിന്ത സാത്വികം. പ്രപഞ്ചം സത്യമോ അസത്യമോ വലിയ ഐഡിയ ഒന്നുമില്ല. ജീവൻ നിത്യമാണ്, ഈ ജീവൻ എപ്പോഴും നിലനിൽക്കുന്നതാണ് എന്നുള്ളത് രാജസം. ജീവൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സ്ഥിരമാണ് എന്ന ചിന്ത, ഈ പ്രപഞ്ചം സ്ഥിരമാണ് എന്നെല്ലാമുള്ള ചിന്ത രാജസ സ്വഭാവത്തിൻ്റെ രജോ ഗുണമാണ്. ബാലന്മാരെ പോലെ ആഹാരാദികളിലുള്ള തിന്നണ്ട ബാലന്മാരെ പോലെ പല ഭക്ഷണവും കഴിച്ചിട്ട് ഇങ്ങനെ തിന്ന് ഇരിക്കണം എന്നുള്ളത് താമസ സ്വഭാവമാണ്. എന്നാൽ പരമാത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം നേടിയാണെങ്കിൽ അത് നിർഗുണമാണ്. ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം നേടുന്നത് നിർഗുണ സ്വഭാവമാണ്. 25. വനമാണ് സാത്വിക വാസസ്ഥാനം. സാത്വികമായിട്ടുള്ള താമസ സ്ഥലം വനമാണ്. ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമം, പട്ടണം എന്നുള്ളത് രാജസമാണ്, രജോ ഗുണം അധികമുള്ള സ്ഥലമാണ്. ക്രീഡാ സ്ഥലങ്ങൾ, കളിച്ചു നടക്കുന്ന സ്ഥലങ്ങളെല്ലാം താമസമാണ്, തമോ ഗുണമാണ്.
എൻ്റെ ആലയം, അതായത് ശ്രീഹരിയായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, ശ്രീഹരിയെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന സ്ഥലം നിർഗുണമാണ്. നിർഗുണമായിട്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ സ്ഥലം. 26. കർമ്മഫല വിരക്തനായ കർത്താവ് സാത്വിക ഗുണമാണ്. കർമ്മഫലത്തിൽ വിരക്തി, കർമ്മം ചെയ്യുന്നു പക്ഷെ എനിക്ക് ഫലമൊന്നും വേണ്ട, ഒരു ഫലത്തിനും താല്പര്യമില്ല, അത് സാത്വികം. ഫലം ഇച്ഛിച്ച് ചെയ്യുന്ന കർമ്മം രാജസം. അറിവില്ലാത്ത, ഒരു അറിവില്ല, ജ്ഞാനമില്ലാത്തവൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് താമസം. എന്നാൽ എല്ലാം വിട്ടിട്ട് എന്നെ ശരണം പ്രാപിച്ചവൻ നിർഗുണൻ. ഇനി 27. ആധ്യാത്മികമായ കാര്യങ്ങളിലുള്ള ശ്രദ്ധ സാത്വികം. കർമ്മത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക രാജസം. അധർമ്മ പ്രവൃത്തികളിൽ ശ്രദ്ധ പതിപ്പിക്കുക, ഇത് താമസം. എന്നാൽ എന്നെ സേവിക്കുന്നതാണ് ശ്രദ്ധ, സേവിക്കുന്നതിലുള്ള ശ്രദ്ധയാണെങ്കിൽ നിർഗുണം. അപ്പം ആത്മീയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ സാത്വികം. കർമ്മത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക രാജസം. അധർമ്മത്തിൽ ചിന്തിക്കുക ശ്രദ്ധ താമസം. എന്നെ സേവിക്കുന്നതിൽ ശ്രദ്ധ നിർഗുണം. ഇനി 28. ശുദ്ധമായ, പരിശ്രമിക്കാതെ ലഭിച്ച് ഗുണം ചെയ്യുന്ന ശുദ്ധമായ നല്ല സാധനം. ശുദ്ധമായ, പരിശ്രമിക്കാതെ, അധികം പരിശ്രമിക്കാതെ എന്ന് കിട്ടുന്ന ആഹാരം സാത്വികമാണ്. ഞാൻ പാടുപെട്ട് നേടുന്നതല്ല, ശുദ്ധമാണ്, നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. അധികം പാടുപെടാതെ കിട്ടുന്ന സാധനം അത് സാത്വികമാണ്. ഇന്ദ്രിയങ്ങൾക്ക് സുഖം നൽകുന്ന പുളി, രസം. ചിലവർക്ക് നല്ല പുളി വേണം, ഇന്ദ്രിയങ്ങൾക്ക് നല്ല സുഖം തോന്നണം. അങ്ങനത്തെ ഭക്ഷണം, പുളി, എരിവ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് രാജസം. ദുഷിച്ച അശുദ്ധമായ ഭക്ഷണം താമസം. ഇനി 29. ആത്മീയ ചിന്ത കൊണ്ടുണ്ടാകുന്ന സുഖം സാത്വികം. വിഷയങ്ങളെ കൊണ്ടുണ്ടാകുന്ന സുഖം രാജസം. വിഷയങ്ങൾ എന്താണ്? ടി വി കാണുക, എന്താണ് വിഷയം? നല്ല നല്ല വസ്തുക്കൾ, ബസ്സിൽ കയറി, വിമാനത്തിൽ കയറി ഒരു യാത്ര ചെയ്യുക, ഇതെല്ലാം രാജസമാണ്. മോഹത്താൽ ഉണ്ടാകുന്ന സുഖം, എന്തെങ്കിലും ഇരുന്ന് മോഹിച്ചുകൊണ്ടിരിക്കുന്ന സുഖം, മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന സുഖം താമസം. ഞാൻ നാളെ മറ്റേതാകും ഇതാകുന്നതല്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് താമസമാണ്, നടക്കൊന്നും ഇല്ല. എന്നെപ്പറ്റി ധ്യാനിക്കുന്നതാണെങ്കിൽ നിർഗുണം. ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് ഇതിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഇത് കഴിയുമ്പോൾ രാജസം എന്താണ്, താമസം എന്താണ്, തമോ ഗുണം എന്താണ്, രജോ ഗുണം എന്താണ്, സത്വഗുണം എന്താണെന്നെല്ലാം മനസ്സിലാകും. ഇതുപോലെ ഇങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് 30. ദ്രവ്യം, ദേശം, ഫലം, കാലം, ജ്ഞാനം, കർമ്മം, കർത്താവ്, ശ്രദ്ധ, ജാഗ്രത അവസ്ഥകൾ, പ്രകൃതി, ആകൃതി, സ്വർഗാദികൾ, നിഷ്ഠ, ഇവയെല്ലാം ത്രിഗുണാത്മകം തന്നെ. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ത്രിഗുണാത്മകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അധികം പറയുന്നില്ല എന്നാണ്, കുറേ പറഞ്ഞ് ഇത്തരത്തിൽ എല്ലാം ഈ പറഞ്ഞ എല്ലാം തന്നെ ശ്രദ്ധ വേണമെങ്കിൽ ഈ 3 പെടാം. കർമ്മം, ഇതെല്ലാം ഇത്തരത്തിൽ 3 ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്. 31. കണ്ണാൽ കാണുന്ന, ചെവിയാൽ കേൾക്കുന്ന, ബുദ്ധിയാൽ ആലോചിക്കുന്ന, പുരുഷനിലും പ്രകൃതിയിലും പെട്ട സകലതും ത്രിഗുണാത്മകമാണ്.
കാണുന്നതും കേൾക്കുന്നതും എല്ലാ വിഷയങ്ങളും ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ത്രിഗുണാത്മകമാണ്. 3 ഗുണങ്ങളിൽ ഏതെങ്കിലും കാണുന്നതായാലും കേൾക്കുന്നതായാലും ചിന്തിക്കുന്നതായാലും ഈ 3 ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സംഭവിക്കുക. നല്ല ഗുണങ്ങളോട് കൂടിയവൻ ദേവൻ മനുഷ്യൻ മുതലായ യോനികളിൽ ജനിക്കുന്നു. നല്ല ഗുണത്തോടുകൂടി ജീവിച്ചാൽ മനുഷ്യന് ദേവന്മാരുടെ നിലയിലുള്ള ജീവിതമുണ്ടാകും. അങ്ങനെയുള്ള ജനങ്ങൾ അപ്പം നല്ല യോനിയിൽ ജനിച്ചിട്ട് നല്ല ഗുണമുള്ളവർ നല്ല യോനിയിൽ ജനിക്കും. അങ്ങനെ ജനിച്ചു കിട്ടുന്ന മനുഷ്യർ എന്നെ ചിത്തത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നെ പ്രാപിക്കും. ഇപ്പം നല്ല ഗുണത്തിൽ ഇരുന്നാലേ നല്ല മനുഷ്യരായി ജനിക്കുകയുള്ളൂ. ആ മനുഷ്യർ അതിൻ്റെ ശേഷം എന്നെ ആശ്രയിക്കുക, എന്നെ പ്രാപിക്കാം. അതുകൊണ്ട് വിവേകികൾ 33 ജ്ഞാനവും വിജ്ഞാനവും നേടാൻ കഴിവുള്ള മനസ്സ് ശരീരം സിദ്ധിച്ചാൽ, അങ്ങനെ വിവേകികൾ ജ്ഞാനവും വിജ്ഞാനവും നേടാൻ കഴിവുള്ള മനുഷ്യ ശരീരം സിദ്ധിച്ചാൽ, ജ്ഞാനവും വിജ്ഞാനവും നേടാൻ കഴിവുള്ളത് ഏത് ശരീരം മാത്രമാണ്? മനുഷ്യ ശരീരമാണ്. എല്ലാ പട്ടിക്കും പൂച്ചയുടെ ശരീരത്തിൽ ജ്ഞാനവും വിജ്ഞാനവും നേടാൻ പറ്റില്ല. അപ്പോൾ വിവേകികളായവർ ജ്ഞാനവും വിജ്ഞാനവും നേടാൻ കഴിവുള്ള മനുഷ്യ ശരീരം സിദ്ധിച്ചാൽ ഗുണസംഘത്തെ പരിഹരിച്ച് നേരത്തെ പറഞ്ഞുള്ള ത്രിഗുണാത്മകമായ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് എന്നെ സേവിക്കണമെന്ന് പറഞ്ഞാൽ ഈ 3 ഗുണങ്ങളെയും തെളിയിച്ചാൽ മാത്രമേ, ഈ മൂന്ന് ഗുണങ്ങളും മായക്ക് അടിമപ്പെട്ടിട്ടാണ്. ഈ 3 ഗുണങ്ങളെയും ത്യജിക്കണം. പക്ഷെ 3നെ ത്യജിക്കാൻ ഒറ്റയടിക്ക് പറ്റില്ല. ആദ്യം രജോ തമോ ഗുണങ്ങളെ ത്യജിച്ചിട്ട് സത്വത്തിലെത്തണം. സത്വത്തിൽ നിന്ന് വേണം പിന്നെ എന്നെ ഭജിച്ചാൽ എന്നെ സേവിക്കണം. 34 വിവേകി ഒന്നിലും രാഗമില്ലാതെ ഇന്ദ്രിയങ്ങളെ ജയിച്ച് അതിന് വേണ്ടെന്നാണ്. ഒന്നിലും രാഗമില്ലാതെ ഒരു ആഗ്രഹവും വെക്കാതെ ഇന്ദ്രിയങ്ങളെ ജയിച്ച് ബുദ്ധിഭ്രമം പിടിപെടാതെ, ബുദ്ധിക്ക് ഭ്രമം അത് നേടണം ഇത് നേടണം, കാണുന്നതെല്ലാം പലതായി തോന്നും, ഇതെല്ലാം ബുദ്ധിഭ്രമം, അതെല്ലാം ഉപേക്ഷിച്ച് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക, എന്നെ ഭജിക്കുക. അതിനെ മൗനിയായിരിക്കണം, അധികം വാചാടിക്കാനൊന്നും പോകരുത്. സത്വാദി ഗുണത്തോടെ ആദ്യം എന്ത് വേണം? രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ജയിക്കണം. അപ്പം ആഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് വേണം? മൗനിയായിരുന്നു കൊണ്ട് എന്നെ ഭരിച്ചുകൊണ്ട് സത്വഗുണത്തിലൂടെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ആദ്യം കീഴടക്കുക. ഒടുവിൽ സത്വഗുണം കൊണ്ട് സത്വഗുണത്തെ ജയിക്കണം. ആ സത്വഗുണത്തിൽ ഇരുന്നു കൊണ്ട് സത്വഗുണത്തെയും ജയിച്ചിട്ട് അപ്പോൾ അവൻ ശാന്തമനസ്സോടെ യോഗിയായി ഭവിക്കും. സത്വഗുണത്തെയും കൂടി കഴിയുമ്പോൾ അവൻ ശാന്ത മനസ്സുള്ളവനായിത്തീരും, യോഗിയായിത്തീരും. അപ്പോൾ ജീവൻ ലിംഗശരീരം, ഈ ശരീരത്തെ തന്നെ ഉപേക്ഷിച്ച് എന്നെ പ്രാപിക്കും. അവനപ്പോൾ ഈ ശരീരത്തെ അങ്ങ് തിരിച്ചു, പിന്നെ അവന് ശരീരം വേണ്ട. 36 ലിംഗശരീരത്തിൽ നിന്നും മോചിക്കപ്പെട്ടവൻ സത്യാദി ഗുണങ്ങളുള്ള ചിത്തത്തെ വിട്ട് ജീവൻ പരമാനന്ദ രൂപിയായ എന്നിൽ വ്യാപ്തമായി, ജീവൻ പരമാനന്ദ സ്വരൂപമായ എന്നിൽ വ്യാപ്തനായി. പിന്നെ നമ്മൾ ചിത്തത്തെ എല്ലാം എവിടെ കൊണ്ട് ലയിപ്പിക്കുകയാണ്? പരമാനന്ദ സ്വരൂപനായ എൻ്റെ ഉള്ളിലുള്ള ആ ശ്രീഹരിയിൽ.
ലയിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ ആ നിമിഷം മുതൽ അവൻ ആന്തരികമായോ ബാഹ്യമായോ ഉള്ള ഒരു വസ്തുവുമായിട്ട് അവന് ഒരു ബന്ധവും ഉണ്ടാവില്ല. സത്വരജോ തമോ ഗുണങ്ങളും ഉണ്ടാവില്ല. പുറത്തും അകത്തുമുള്ള ഒന്നുമായിട്ട്, ഈ ശരീരവുമായിട്ടോ ശരീരത്തിന് പുറത്തുമായിട്ടുള്ള ഒന്നുമായിട്ടൊരു ബന്ധവും അവനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും.